ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. നമ്മുടെ വീട്ടുമുറ്റത്ത് പൂച്ചെടികൾ വളർത്തുകയും അവയെ പരിചരിക്കുകയും മാത്രം ചെയ്താൽ പോരാ. പകരം അതേസമയം നമ്മൾ ഗാർഡനിങ്ങിനെ കുറിച്ചും ലോകമെമ്പാടുമുള്ള ഗാർഡനുകളെ കുറിച്ചും അറിഞ്ഞിരിക്കണം. ഇന്നത്തെ വീഡിയോ നമ്മൾ അറിയാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗാർഡനുകളിൽ ഒന്നായ കെക്കനോഫ് ഗാർഡനെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് വീഡിയോ കിടക്കാം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഉദ്യാനങ്ങളിൽ ഒന്നായ കെക്കനോഫ് ഗാർഡനെ ഗാർഡൻ ഓഫ് യൂറോപ്പ് എന്നാണ് വിളിക്കാറ്. 79 ഏക്കർ വിസ്തൃതിയുള്ള ഈ ഗാർഡൻ നെതർലാൻഡിലെ ലിസ്സെ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഓരോ വർഷം ഇവിടെ നട്ടുപിടിപ്പിക്കുന്ന ചെടികളുടെ എണ്ണം എടുത്താൽ ഏകദേശം 70 ലക്ഷത്തോളം വരും. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാല്ലേ? കെക്കനോഫ് ഗാർഡൻ അറിയപ്പെടുന്നത് വിവിധ വൈവിധ്യത്തിലുള്ള തുളുപ്പ് ചെടികളുടെ പേരിലാണ്. കൂടാതെ ഹൈസിൻസ്, ഡാഫോഡിൽസ്, ലില്ലി, റോസ്, കാർണേഷൻ തുടങ്ങി ഒട്ടനവധി ചെടികളുടെ വർണ്ണ വിസ്മയമാണ് ഈ ഗാർഡൻ. രണ്ടായിരത്തി 15 ലക്ഷം സന്ദർശകരാണ് ഈ ഗാർഡൻ സന്ദർശിച്ചത്. 2019 സന്ദർശകരിൽ നിന്നും മാത്രം ടിക്കറ്റ് മുഖാന്തരം കെക്കനോഫ് ഗാർഡൻ നേടിയത് 21 കോടി രൂപയാണ്. ഈ വർഷം കോവിഡ് കാരണം ഗാർഡനിൽ സന്ദർശകർക്ക് പ്രവേശനമില്ല. ഇനി 2021 മാർച്ചിൽ മാത്രമേ സന്ദർശകരെ അനുവദിക്കൂ. ലോകമെമ്പാടുമുള്ള ഉദ്യാന പ്രേമികൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് കെക്കനോഫ്. രാവിലെ 8 മണിക്ക് തുറക്കുന്ന ഗാർഡൻ ആയിരക്കണക്കിന് സന്ദർശകരെ കൊണ്ട് നിറയും. ദശലക്ഷക്കണക്കിന് ടുലിപ്പ് പുഷ്പങ്ങൾ ഒരേ നിരയിൽ കാണുമ്പോൾ പൂക്കളുടെ ഒരു കടലിൽ വീണതുപോലെയായിരിക്കും അനുഭവം. കുറച്ച് കൂടുതൽ പണം മുടക്കാൻ താല്പര്യമുള്ളവർക്ക് ദി റോയൽ DC ഡക്കോട്ട പ്രിൻസസ് അമാലയി എന്ന വിമാനത്തിൽ കയറിയാൽ 30 മിനിറ്റ് വിമാനം ഗാർഡന് മുകളിലൂടെ സഞ്ചരിച്ച് ഈ ഗാർഡന്റെ ആകാശ ദൃശ്യം 300 മീറ്റർ ഉയരത്തിൽ നിന്നും ഒപ്പിയെടുക്കാൻ സഹായിക്കും. ഏപ്രിൽ ആകുമ്പോഴാണ് ഇവിടുത്തെ ഫ്ലവർ പരേഡ് ആരംഭിക്കുന്നത്. സഞ്ചാരികളെ കൊണ്ട് നിറയുന്ന ഈ സമയങ്ങളിൽ ടിക്കറ്റ് കിട്ടുക ദുഷ്കരമാണ്. അപ്പോൾ കെക്കനോഫ് ഗാർഡനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ മറ്റൊരു വിഷയമായി വരാം. അതുവരെ ബൈ.